ശ്രീരാമസ്വാമിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ആര്യപുത്ര, സ്ത്രീ ശരീരം അബലയാണ്, ദൗർബല്യമുള്ളതാണ്. ഈ ശരീരത്തെ മറ്റൊരാൾക്ക് ബലാത്കാരേണ പിടിക്കാൻ സാധിക്കും. പക്ഷേ ഈ മനസ്സിനെ രാവണന് സ്പർശിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരു നിമിഷത്തേക്കെങ്കിലും അങ്ങയെ മറന്നിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ അങ്ങയെ വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ അന്യപുരുഷൻ എന്റെ സമ്മതമില്ലാതെ എന്നെ വല്ല രീതിയിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീരാമസ്വാമി, ഞാനിതാ അഗ്നിയെ നോക്കി സത്യം ചെയ്യുന്നു, അഗ്നിദേവൻ എന്നെ എടുക്കട്ടെ എന്ന്. ശ്രീരാമസ്വാമി 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച്, അഗ്നിദേവനെ പ്രദക്ഷിണം വെച്ച് അഗ്നിയിലേക്ക് ഒറ്റച്ചാട്ടം. എല്ലാവരും നിശബ്ദരായി. സുഗ്രീവനും ഹനുമാൻ സ്വാമിയും വിഭീഷണനും എല്ലാ രാക്ഷസപ്പടകളും അതുപോലെ തന്നെ വാനരന്മാരും. ഏതൊരു സീതയ്ക്ക് വേണ്ടിയിട്ടാണോ രാമരാവണ യുദ്ധം ചെയ്തത്, ഇന്ന് ആ സീത അഗ്നിയിലേക്ക് പോയിരിക്കുന്നു. അല്പനിമിഷങ്ങളെ കൊണ്ട് അഗ്നിയിൽ നിന്നും ഉജ്ജ്വലമായ സ്വർണ്ണ നൂലുകളോടുകൂടിയ സിംഹത്തിന്റെ രോമങ്ങളോടുകൂടിയ രൂപം പ്രകടമായി. എല്ലാവരും കേർക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സീത ചാരിത്രത്തിൽ മുൻ സ്ഥാനത്ത് നിൽക്കണു. സീതാദേവിയുടെ ചാരിത്രത്തെ ആർക്കും തൊടാൻ സാധിച്ചിട്ടില്ല, പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ കൈകളിലേക്ക് സീത ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് ശ്രീരാമസ്വാമി സീതയെ സ്വീകരിക്കുന്നത്. രണ്ടുപേർക്കും സന്തോഷമായി. ശ്രീരാമസ്വാമിക്ക് സന്തോഷമായി. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എല്ലാവർക്കും ബോധ്യപ്പെട്ടു, രാവണൻ ബലാത്കാരേണ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും രാവണൻ സീതയെ പ്രാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. ശ്രീരാമസ്വാമിക്കും ഇങ്ങനെയൊരു സീതാത്യാഗം ചെയ്യാനുള്ള കരുത്ത് കിട്ടിയത്, അതാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ശ്രീരാമസ്വാമി എന്ന വ്യക്തിയല്ല സീതയെ ഉപേക്ഷിക്കുന്നത്. ശ്രീരാമസ്വാമി സീതയെ ഉപേക്ഷിക്കുന്നത് ഒരു രാജാവ് എന്നുള്ള നിലയ്ക്കാണ്. കാരണം ഒരു രാജാവിന്റെ ഭാര്യ പിഴച്ചവളാണെങ്കിൽ നാളെ ഇതും പറഞ്ഞ് പ്രജകളും തെറ്റായ മാർഗത്തിൽ നടക്കും. അതുകൊണ്ട് ഒരു രാജാവിന്റെ ഭാര്യ ആദരണീയായിരിക്കണം. സീതയെ പവിത്രീകരിക്കാൻ അഗ്നിദേവന് സാധിക്കുമെന്ന് നല്ല ബോധ്യമുണ്ട് ശ്രീരാമസ്വാമിക്ക്. എല്ലാം ശുദ്ധീകരിക്കുന്ന ആളാണ് ആര്? അഗ്നിദേവൻ. വിവാഹം കഴിക്കുന്നതും അഗ്നിയെ സാക്ഷി നിർത്തിയിട്ടാണ്. അപ്പൊ സീതാദേവിയുടെ പവിത്രതയും പറയുന്നത് അഗ്നിദേവനാണ്. ആ അഗ്നിദേവനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ശ്രീരാമസ്വാമിക്ക് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു, ശ്രീരാമൻ എന്ന രാജാവിന്റെ ഭാര്യ ചാരിത്രത്താൽ ശുദ്ധയാണ് എന്നുള്ളത്. ഇത് ഒരർത്ഥം. ഇനി നിങ്ങൾ ആധ്യാത്മിക ദൃഷ്ടിയിൽ ചിന്തിച്ചാൽ, പരമാത്മാവായിരിക്കുന്ന ശ്രീരാമനിലേക്ക് സീതയ്ക്ക് ചേരണമെങ്കിൽ അതിനൊരു ത്യാഗം ആവശ്യമുണ്ട്. സീത ത്യാഗം ചെയ്യപ്പെടേണ്ടതുണ്ട്. എവിടേക്ക് ത്യാഗം ചെയ്യപ്പെടേണ്ടത്? പരമാത്മാവായിരിക്കുന്ന പ്രകാശത്തിലേക്ക് സീത ചാടി ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്ന സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. നമ്മുടെ മനസ്സിനെ ഭഗവാനാകുന്ന അഗ്നിയിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമ്മൾ ചാടേണ്ടതുണ്ട്. അപ്പോഴേ പരമാത്മാവായിരിക്കുന്ന ശ്രീരാമസ്വാമിക്ക് നമ്മളെ ശുദ്ധമായി ആ മനസ്സിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയാണ്. അപ്പൊ ഇത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കണം. മനസ്സിന്റെ ത്യാഗമാണ്, മനസ്സിന്റെ സമർപ്പണമാണ് ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിൽ ഈശ്വര രൂപങ്ങളെ സങ്കല്പിക്കുകയാണ്. ഈശ്വര രൂപങ്ങളെ സങ്കല്പിക്കുന്നത് ഈശ്വരപ്രാപ്തിയല്ലത്. അത് കേവലം നമ്മളെ ഒരു സ്വരൂപത്തോടുകൂടിയ, ഈശ്വരനെ രൂപത്തോടുകൂടിയ ഒരു ധ്യാനത്തെ പരിശീലിപ്പിക്കുകയാണത്. അതുകൊണ്ട് പറയും 4 തരത്തിലുള്ള സാധനകളുണ്ട് എന്ന് കപിലൻ പറയും. ഒന്ന്, മുക്തികൾ 4 എണ്ണം എന്ന് പറയും. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന് പറയും. ഇങ്ങനെ ഭഗവാന്റെ രൂപത്തെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് കേവലം ഒരു രൂപത്തോടുകൂടിയ ഒരു സംസ്കാരമാണ്.
എന്നാൽ ആത്യന്തികമായി നമ്മൾ ചെയ്യാനുള്ളത് ആ രൂപത്തെ പോലും സങ്കല്പിക്കുന്ന മനസ്സിനെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. രാമകൃഷ്ണ പരമഹംസരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ഉപ്പ് കട്ടയെടുത്ത് നിങ്ങൾ വെള്ളത്തിലേക്ക് സമർപ്പിച്ചാൽ ആ ഉപ്പ് കട്ട വെള്ളത്തിലേക്ക് ലയിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് ഭഗവാനിലേക്ക് സമർപ്പിച്ചാൽ മനസ്സ് ഭഗവത് ചൈതന്യത്തിലേക്ക് ലയിക്കും. ഇപ്രകാരം സീത അഗ്നിയിലേക്ക് ത്യാഗം ചെയ്തത് നാം ആ അർത്ഥത്തിൽ ഗ്രഹിക്കണം. ഏതായാലും സീതയെ സ്വീകരിച്ചു, സീത പവിത്രയാണെന്ന് മനസ്സിലായി. ഇനി വിഭീഷണൻ പറഞ്ഞു, പ്രഭു അടിയനെ അനുഗ്രഹിക്കണം, ഇന്ന് കൊട്ടാരത്തിൽ താമസിക്കുക. ഒരു വർഷമായിട്ട് നിങ്ങൾ വിട്ടുനിൽക്കല്ലേ, അപ്പൊ ഇന്നോടുന്ന് താമസിച്ച് പാർട്ടിയൊക്കെ അടിച്ചു പൊളിച്ച് ഗംഭീര സദ്യയൊക്കെ ഉണ്ട്, എന്നിട്ട് ഇന്നിവിടെ ഹാൾട്ട് ചെയ്തിട്ടൊക്കെ അവിടുന്ന് പോയാൽ മതി എന്ന്. ശ്രീരാമസ്വാമി ഉടനെ ലക്ഷ്മണനോട് ചോദിച്ചു, ഇന്നത്തെ ഡേറ്റ് എത്രയാ ലക്ഷ്മണന്ന്? ബോധമൊന്നുമില്ലേ? ഇപ്പൊ ലക്ഷ്മണൻ പറയാണ്, ജ്യേഷ്ഠ 14ാമത്തെ വർഷം നാളെ കഴിയുന്നു. ഇത് കേട്ടതും ശ്രീരാമസ്വാമി പറഞ്ഞു, വിഭീഷണ പിന്നീട് ഒരിക്കലാവാം, എനിക്ക് എത്രയും വേഗം അയോധ്യയിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. ഞാനെങ്ങാനും അയോധ്യയിൽ തിരിച്ചെത്താൻ വൈകിയാൽ നാളെ വേറൊരാൾ അഗ്നിയിലേക്ക് ചാടും. അതാര്? ഭരതൻ ചാടും. അതുകൊണ്ട് ഇനി എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത്, ഞാൻ പോവുകയാണ് വേഗം എന്ന്. അവിടെ ഒരാള് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, 14ാമത്തെ വർഷം അങ്ങ് എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ചാടും എന്നുള്ളത്. ഇത് കേട്ടതും വിഭീഷണൻ പറഞ്ഞു, സ്വാമി വിഷമിക്കേണ്ട, ഫ്ലൈറ്റ് റെഡിയാണെന്ന്. അവരതിൽ കയറും. അങ്ങനെ ഫ്ലൈറ്റ് എങ്ങനെ അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ശ്രീരാമസ്വാമി സീതയ്ക്ക് കാണിച്ചു കൊടുക്കും, ദേ ഇവിടെയാണ് ഞാൻ ഹാ സീത എന്ന് പറഞ്ഞ കരഞ്ഞത്, ഇവിടെയാണ് പാലം പണിതു കാണിച്ചു കൊടുക്കും. പിന്നെ രാമേശ്വരത്ത് ശിവലിംഗം എവിടെയാണ് പ്രതിഷ്ഠിച്ചത് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടെ ഞങ്ങൾ ഹാൾട്ട് ചെയ്തു, ഇവിടെ കടന്നു, ഞാൻ നിന്നെ ഓർത്തു, ഇവിടെ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. പിന്നെ പമ്പയുടെ തീരം ശബരിമലയൊക്കെ കാണിച്ചു കൊടുക്കും. അവിടെ എത്തുമ്പോൾ സുഗ്രീവൻ പറയും, ശ്രീരാമസ്വാമി ഒന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണേന്ന്. അതെന്തിനാണ്? എനിക്ക് ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് വിളിക്കണം എന്നൊരു മോഹമുണ്ടെന്ന്, അവരും കയറട്ടെ എന്ന്. അങ്ങനെ സുഗ്രീവന്റെ ഫാമിലിയൊക്കെ കയറും. എല്ലാവരും കൂടി കയറി ഫ്ലൈറ്റ് ഒരു ഫാമിലി ട്രിപ്പ് പോലെ പോണത്. നേരെ അയോധ്യയിലേക്കല്ല പോയത്, നേരെ ചെന്നിറങ്ങുന്നത് ഭരദ്വാജ ആശ്രമത്തിലാണ്. മഹർഷി എല്ലാവരെയും സ്വീകരിക്കും. ശ്രീരാമസ്വാമി ഹനുമാൻസ്വാമി ഒരിക്കൽ കൂടി വിളിക്കും. അവിടുന്ന് എത്രയും വേഗം ഭരതന്റെ അടുത്തെത്തണം. എന്നിട്ട് ഭരതനോട് പറയണം, രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമൻ സ്വാമി ലക്ഷ്മണ സമന്വിതനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയണം. പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭരതന്റെ മുഖലക്ഷണം, മുഖത്തെ ഭാവങ്ങള്. 2, ഭരതന്റെ വാക്കുകള്. 3, ഭരതന്റെ ചില പെരുമാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ശ്രദ്ധ മുഴുവൻ എവിടെ വരണം? മുഖത്ത് വരണം. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ശ്രീരാമസ്വാമി വരുന്നുണ്ട് എന്ന് പറയുമ്പോ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് മുഖത്തിനൊരു വാട്ടമുണ്ടെങ്കിൽ ഉറപ്പാണ് ശ്രീരാമസ്വാമിയുടെ വരവ് ആർക്ക് താല്പര്യമില്ല? ഭരതന് താല്പര്യമില്ല. അപ്പൊ വാക്കും പ്രവൃത്തിയൊക്കെ ശ്രദ്ധിക്കാനാ പറഞ്ഞത്. ഭരതന്റെ അടുത്തേക്ക് പോവാന് നന്ദിഗ്രാമത്തിലാണെന്ന് കേട്ട പാശ്ചര്യ ചെന്ന് നോക്കുമ്പോ ഹനുമാൻ സ്വാമി തൊഴുതുപോയി, ജടാധാരിയായി, താടിയൊക്കെ ഇങ്ങനെ വളർത്തി, 14 വർഷം നിലത്ത് കിടന്നുറങ്ങുക. പത്നിയെ അങ്ങോട്ട് കയറ്റിയില്ല 14 വർഷം. എന്ന് മാത്രമല്ല, ഗോമൂത്രത്തിൽ ഗോതമ്പിട്ട് സ്വയം പാചകം ചെയ്ത് കഴിക്കുക. ഓ, തൊഴുതുപോയി. ഇങ്ങനെയൊരു തപസ്സോ? എന്തായി കാണുന്നത്? പറഞ്ഞു, രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമസ്വാമി ലക്ഷ്മണ സമന്വിതനായിട്ട് ഭരദ്വാജാശ്രമത്തിൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടതും സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്ന് ആലിംഗനം ചെയ്തു. സന്തോഷമായി. പറഞ്ഞു, എത്രയും വേഗം രാമനെ കാണണം, ഈ രാജ്യം പാതാരബിന്ദത്തിൽ ഏൽപ്പിക്കണം, ഒരു ദാസനായിട്ട് ജീവിക്കണം, ഇത്രയും മോഹമുള്ളൂ. ഭരതന്റെ പ്രേമവും ഭരതന്റെ സമർപ്പണവും കാണുമ്പോൾ വളരെ ആദരവോടെ ഹനുമാൻ സ്വാമി കൈകൂപ്പും, പറയും, ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. അപ്പോഴേക്കും ശത്രുഘ്നൻ ഉത്തരവ് കൊടുക്കും, നന്ദിഗ്രാമം മുഴുവൻ വൃത്തിയാക്കൂ,
നന്ദിഗ്രാമം മുഴുവൻ കൊടിതോരണങ്ങൾ തൂക്കൂ. എല്ലാവരും തയ്യാറായി. വസിഷ്ഠര് തുടങ്ങിയിട്ടുള്ള മഹർഷിമാരെല്ലാവരും, ജാബാലി തുടങ്ങിയിട്ടുള്ള മഹർഷിമാരൊക്കെ എത്തിച്ചേർന്നു. ശ്രീരാമസ്വാമി അവിടെ നിന്നും നേരെ നന്ദിഗ്രാമത്തിലേക്ക് ലാൻഡ് ചെയ്തു. ഭരതൻ വിമാനത്തിലേക്ക് ഓടിക്കയറിക്കൊണ്ട് ശ്രീരാമസ്വാമി എണീക്കുന്നതിന് മുമ്പ് തന്നെ പാദത്തിലേക്ക് ഒരൊറ്റ വീഴലാണ്. പറഞ്ഞു, ഇനി എല്ലാം അങ്ങയുടേതാണ്. എന്നെ ഒരു ദാസനായിട്ട് സ്വീകരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉത്തരവ് പറഞ്ഞാലൊന്ന്. രാജ്യം സമർപ്പിക്കൽ കഴിഞ്ഞു. ശ്രീരാമസ്വാമി നോക്കുന്ന സമയത്ത് കാണുന്നത്, എന്താ ഈ ലക്ഷ്മണന് പോലും ഇത്രയൊന്നും തപസ് കിട്ടിയിട്ടില്ല. രാജ്യം ഭരിക്കുമ്പോഴും ഭോഗലാലസതകളിലൊന്നും വീഴാതെ ഒരു വശത്ത് ഈശ്വരപ്രേമവും മറുവശത്ത് കർത്തവ്യ നിർവഹണം ചെയ്തുകൊണ്ട് രാജ്യം ഭരിച്ചൊരു യജ്ഞപുരുഷനായി ആര് നിൽക്കണോ? ഭരതൻ നിൽക്കണോ. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ, ശ്രീരാമസ്വാമിയെ പോലെ തന്നെ ആദരണീയനായി തീർന്നു ഭരതൻ. ലക്ഷ്മണനേക്കാളൊക്കെ ആദരണീയനായി തീർന്നു. ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് നന്ദിഗ്രാമത്തിലേക്ക്. കൊട്ടും വാദ്യമൊക്കെ ഇട്ട് കാൽക്കൽ വീണ് പറയും, 14 വർഷം അവിടുത്തെ ദാസനായിരുന്നു ഞാൻ. രാജ്യത്തിന്റെ വിസ്തൃതിയും സൈന്യബലവും ഭണ്ഡാരശേഖരം ഒക്കെ ഇങ്ങോട്ട് പറയും. ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി, ഇദ്ദേഹം വെറും ഒരു സന്യാസിയെ പോലെ ജീവിക്കല്ല ചെയ്തത്. ഒരു വശത്ത് ഈശ്വര സ്മരണയും മറുവശത്ത് തന്റെ കടമകൾ അതിഗംഭീരമായിട്ട് ഒരു രാജാവ് എങ്ങനെ കൊണ്ടു നടക്കണോ അതുപോലെ കൊണ്ടു നടന്ന ആളാണ് ഭരതൻ. ആദരവോടെ കൂപ്പും, ഓ ഭരത ഇങ്ങനെയുണ്ടല്ലോ ഒരു സഹോദരൻ. ഭരതനെ ആലിംഗനം ചെയ്യും. പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് അയോധ്യയിലേക്ക് പോവുകയാണ്. ശ്രീരാമസ്വാമി അമ്മയെ നമസ്കരിക്കും, കൈകേയി മാതാവിനെ നമസ്കരിക്കും, സുമിത്രയെ നമസ്കരിക്കും. സുമിത്രയുടെ കൈകളിലേക്ക് ലക്ഷ്മണനെ ഏൽപ്പിക്കുകയാണ്. പിന്നീട് അമ്മ കൗസല്യ മാതാവ് സീതയെ സ്വീകരിക്കും. പൗരജനങ്ങളെല്ലാം കരയാൻ തുടങ്ങും സന്തോഷം കൊണ്ട്. മഹർഷിമാരെല്ലാം വരും. വസിഷ്ഠ മഹർഷിയും ശ്രീരാമസ്വാമിയെ സ്വീകരിക്കും. അച്ഛന്റെ വാക്കുകളെ സത്യമാക്കി തീർത്ത് 14 വർഷം കഴിഞ്ഞ് ശ്രീരാമസ്വാമി തിരിച്ചു വന്നിരിക്കുന്നു. ആ ദിവസം അവര് ആഘോഷിക്കുന്നതാണ് ഭാരതത്തിൽ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. ഉത്സവമാക്കിയവര്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം ചെയ്യണം. വസിഷ്ഠർ കൂടിയാലോചിക്കും. പിറ്റേ ദിവസം അതിഗംഭീരമായിട്ട് പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കമാണ്. പല പുണ്യനദികളിൽ നിന്നും വെള്ളം കൊണ്ടുവരും. ആ വെള്ളമൊക്കെ കൊണ്ടുവന്ന് എല്ലാ സജ്ജനങ്ങളുടെയും മുന്നിൽ വെച്ച് ശ്രീരാമസ്വാമി ഈ മഹാത്മാക്കൾ അഭിഷേകം ചെയ്യാണ്. അതിനുശേഷം ശ്രീരാമസ്വാമി ചക്രവർത്തിയായിട്ട് അധികാരം ഏറ്റെടുക്കും. ആരെയാണ് യുവരാജാവാക്കേണ്ടത്? ലക്ഷ്മണനെ യുവരാജാവാക്കാന്ന് വിചാരിക്കുക. ലക്ഷ്മണൻ ശ്രീരാമസ്വാമി പറയില്ല ലക്ഷ്മണനോട്, ഭരതനോട് പറയും. ഭരതനാണല്ലോ രാജ്യം ഭരിച്ചത് ഇത്രയും കാലം. ഭരതനെ യുവരാജാവാക്കാൻ വേണ്ടിയിട്ട് പറയും, ഭരത അവിടുന്ന് യുവരാജാവാവും. ഭരതൻ പറയും, സ്വാമി ഞാൻ ദാസനായിട്ടിരുന്നോളാം. ഏറ്റെടുക്കില്ല അത്. അതായത് 14 വർഷം രാജ്യം ഭരിച്ചിട്ടും ആ രാജ്യത്തോട് ഒരാസക്തിയും ഭരതനുണ്ടായില്ല എന്നുള്ളതാണ്. യുവരാജപട്ടം പോലും സ്വീകരിച്ചില്ല. അവസാനം അതാണ് ലക്ഷ്മണനെ ഏൽപ്പിക്കുന്ന യുവരാജപട്ടം. പിന്നെ ശ്രീരാമസ്വാമി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ബ്രാഹ്മണർക്ക് ദക്ഷിണാദികളൊക്കെ കൊടുത്ത്, മഹാത്മാക്കൾക്ക് ദക്ഷിണാദികളൊക്കെ കൊടുത്ത്, തന്നെ യുദ്ധത്തിന് സഹായിച്ച ഓരോരുത്തർക്കും ദക്ഷിണകൾ കൊടുക്കും, ഓരോ സമ്മാനങ്ങൾ. അംഗദൻ, വിഭീഷണൻ പട്ടുവസ്ത്രങ്ങളും തോൾവളകളും മാലകളും ഒക്കെ കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തതിന് ശേഷം ഇനി ഹനുമാൻ സ്വാമിയുടെ ഊഴമാണ്. എന്താണ് അദ്ദേഹത്തിന് കൊടുക്കുക? സ്വാമി വരൂ. അങ്ങോട്ട് കൊടുക്കുകയല്ല ശ്രീരാമസ്വാമി ചെയ്യുന്നത്. ഒരിക്കലും തീർത്താൽ തീരാൻ പറ്റാത്തൊരു കടപ്പാടാണ് ഹനുമാൻ സ്വാമിയോടുള്ളത്. സീതാദേവിയെയും എന്നെയും കൂട്ടിച്ചേർത്തത് ഹനുമാൻ സ്വാമിയാണ്. ചോദിക്കുകയാണ്, എന്താ വരം വേണമെന്ന് ചോദിക്കൂ, അങ്ങക്ക് എന്ത് വരം വേണമെങ്കിലും തരാമെന്ന്. ശ്രീരാമസ്വാമിയെ കൈകൂപ്പിക്കൊണ്ട് ഹനുമാൻ സ്വാമി ചോദിക്കുന്നൊരു വരമുണ്ട്. എന്താ ചോദിക്കുന്നതെന്നറിയോ? ശ്രീരാമസ്വാമിയോട് പറയാണ്, എനിക്കൊരു വരം വേണമെന്ന്. എന്താണത്? രാമ ജപ സ്മരണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ, മറ്റു വരം മമ വേണ്ട ദയാനിതേ, മുറ്റും ഇളക്കമില്ലാതൊരു
ഭക്തിയുണ്ടായിരിക്കണം. എനിക്ക് വേണ്ടത് എത്രയെത്ര രഘുനാഥകീർത്തനം. എപ്പോഴും എപ്പോഴും രാമരാമാന്ന് ജപിക്കാനും സ്മരിക്കാനും സാധിക്കണം. രാമ ജപ സ്മരണ ശ്രവണങ്ങളിൽ എവിടെ രാമനെ ജപിക്കുന്നുണ്ടോ അവിടെ കേൾക്കാൻ സാധിക്കണം, എനിക്കത് ജപിക്കാൻ സാധിക്കണം, എനിക്കത് സ്മരിക്കാൻ സാധിക്കണം. ഇതിൽ പരം വേറെ ഭാഗ്യങ്ങളൊന്നും വേണ്ട. രാമനെ കാണണം, രാമന്റെ അടുത്തിരിക്കണം, രാമനെ കണ്ടുകൊണ്ടിരിക്കണം, ഇതൊന്നുമല്ല ഹനുമാൻ സ്വാമി ചോദിച്ചത്. എനിക്ക് എപ്പോഴും 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 ഭഗവത് നാമം ജപിക്കാൻ സാധിക്കണം, ഭഗവത് നാമത്തെ സ്മരിക്കാൻ സാധിക്കണം, ഭഗവത് നാമം കേൾക്കാൻ സാധിക്കണം. എന്നിട്ടാണ് നമ്മുടെ ആളുകൾ വിഡ്ഢിത്തം പറയുക. സന്ധ്യയ്ക്ക് രാമനാമം ജപിച്ചാൽ ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവത്രേ, സന്ധ്യയ്ക്ക് രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവത്രേ. രാമായണം വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയൊക്കെ വിഡ്ഢിത്തം ചിന്തിക്കുക? ഇളക്കമില്ലാതൊരു ഭക്തിയുണ്ടായിരിക്കണം, അതിൽ പരം മറ്റു വരങ്ങളൊന്നും വേണ്ടതയാണിത്. എപ്പോഴും 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 രാമാന്ന് ജപിക്കുന്ന ഒരാൾക്ക്, ഇളക്കമില്ലാതെ രാമാന്ന് ജപിക്കുന്ന ഒരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു പറഞ്ഞാൽ നമ്മളെപ്പോലെ വിഡ്ഢികൾ ലോകത്തിലുണ്ടോ? ചില ആളുകൾ ഈ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് വായിക്കില്ലേ രാമായണം. സന്ധ്യയ്ക്ക് രാമായണം വായിച്ചാൽ കേട്ടിട്ടില്ലേ അത്? ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവത്രേ. എവിടുന്നാവും ഈ പൊട്ടത്തരൊക്കെ വിളിച്ചു കൊണ്ടുവരുന്നത്? ആരാവും അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? മനസ്സിലാവണില്ല എനിക്ക്. ഇതാരതൊക്കെ പബ്ലിഷ് ചെയ്യണത് എന്ന്. ഇത് പബ്ലിസിറ്റി കൊടുക്കാൻ നമ്മളും ഉണ്ട് അതിന്റെ കൂട്ടത്തില്. ഒരാൾക്കൊന്ന് കിട്ടിയാൽ മതി, അത് വേഗം മറ്റാൾക്ക് കൊടുത്തോളും. നന്നാവണം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നന്നാവരുത് എന്ന് പറയുന്ന ആളുകളാണ്. കാരണം വായിച്ചാൽ നേരെ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതുകൊണ്ട് രാമായണം ഇന്ന സമയമൊന്നൊന്നുമില്ല. നിങ്ങളെപ്പോ വായിക്കണോ അത് കേൾക്കാൻ ഹനുമാൻ സ്വാമി വന്നേ പറ്റുള്ളൂ. നമുക്കതും ധാരണയുണ്ട്, കുരങ്ങന്റെ രൂപത്തിലാണ് വരിക എന്നുള്ളത്. ഹനുമാൻ സ്വാമിക്ക് കുരങ്ങ രൂപത്തിൽ മാത്രമല്ല വരാൻ സാധിക്കുക. ശ്രീരാമസ്വാമിയെ ആദ്യം കാണുന്നത് കുരങ്ങന്റെ രൂപത്തിലല്ല, ഒരു ബ്രാഹ്മണ കുട്ടിയുടെ വേഷത്തിലാണ്. ശ്രീരാമസ്വാമിയുടെ മുന്നിൽ വരുന്ന ഹനുമാൻ സ്വാമിക്ക് ഏത് വേഷം കെട്ടാനും സാധിക്കും. ഇപ്പം നമ്മുടെ മുന്നിൽ ഏതൊക്കെ രൂപങ്ങളിലാണ് ഹനുമാൻ സ്വാമി വരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും ഹനുമാൻ സ്വാമിയെ കേൾപ്പിക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഉറക്ക രാമനാമം ജപിക്കണം. ഇത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയാ മുത്തശ്ശിമാര് പറയാം, ഉറക്കച്ചൊല്ലു കുട്ടി, ഉറക്കച്ചൊല്ലു എന്ന്. കാരണം ഇത് കേൾക്കാൻ ഹനുമാൻ സ്വാമി വരും, ഹനുമാൻ സ്വാമി വരും എന്നാണ്. അത് ഇന്ന സമയത്ത് ചൊല്ലണമെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നീടാ കേൾക്കുന്നത് സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പക്ഷെ സീരിയൽ കാണാനാ സന്ധ്യയ്ക്ക്. കാരണം അത് കാണാൻ ഹനുമാൻ സ്വാമി വരില്ല അത്രേ. നോക്കണം, ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ സീരിയലുകാരനായിരിക്കാൻ ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. ചിലർക്ക് സീരിയൽ കാണേണ്ടി വരും. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മുത്തശ്ശിമാര് ചിലപ്പം അവിടെ ഇരുന്നിട്ട് രാമ 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 എന്ന് പറയുമ്പം ഏതെങ്കിലും മരുമകൾ പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ സന്ധ്യയ്ക്ക് ഇത് ചൊല്ലരുത്, ഹനുമാൻ സ്വാമി ഡിസ്റ്റർബ്ഡ് ആവുന്നു. എന്നാ പിന്നെ അത് പറഞ്ഞാൽ മുത്തശ്ശി ഉണ്ടായിരിക്കും, ഇവർക്ക് സീരിയൽ സുഖമായിട്ട് കാണാമല്ലോ. ഇവർക്ക് സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ഏതോ ഒരു മുത്തശ്ശിയുടെ വായ ഏതോ ഒരു മരുമകൾ മുടക്കിയിട്ടുണ്ടാവും. അന്ന് മുത്തശ്ശി തന്റെ ഫ്രണ്ട്സിനൊക്കെ പ്രചരണം കൊടുത്തിട്ടുണ്ടാവും, എന്ത്, ആരും ഇനി മേലാൽ സന്ധ്യയ്ക്ക് രാമായണം വായിക്കണ്ട, സീരിയൽ കണ്ടോളൂ, ഹനുമാൻ സ്വാമി കുഴപ്പമുണ്ടാക്കില്ല എന്ന്. ഇങ്ങനെയൊക്കെയുള്ളൊരു അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും നമ്മൾ കാതു കൊടുക്കരുത്. നമ്മളെപ്പോഴും എപ്പോഴൊക്കെ സന്ദർഭം കിട്ടുന്നുണ്ടോ നാമം ജപിക്കൂ. ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് രാമനിലേക്ക് എത്തിച്ചേർന്ന ഒരു വാൽമീകി ഋഷിയെപ്പോലെ ഹനുമാൻ സ്വാമിയും പറയുന്നത്, എനിക്കെപ്പോഴും രാമനാമം ജപിക്കാൻ സാധിക്കണമേ. ഇതല്ലേ രാമായണത്തിന്റെ മുഖ്യമായൊരു തീം. അപ്പോ രാമായണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമനാകുന്ന ആത്മാവിലേക്ക് എത്താൻ പ്രേമത്തോടെ രാമനാമം ജപിച്ചുകൊണ്ട് അതിൽ ആനന്ദമനുഭവിക്കാൻ സാധിച്ചാൽ നമുക്ക് ക്രമേണ ആത്മാരാമനാവാം. ക്രമേണ ഭൗതികമായിട്ടുള്ള രസങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാം. പിന്നെ നമുക്ക് കാമഭോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ക്രമേണ നമുക്ക് മനസ്സിലാവും എന്നിലിരിക്കുന്ന അതേ രാമചൈതന്യം തന്നെയാണ് മറ്റുള്ളവരിലും. നമ്മുടെ പ്രവൃത്തിയും വാക്കുകളും എല്ലാം സംശുദ്ധമായി തീർന്ന്
മനസ്സ് രാമൻ കൂടെയുണ്ടെന്ന ബോധത്തോടെ, ആത്മാവാകുന്ന രാമൻ കൂടെയുണ്ടെന്ന ബോധത്തോടെ ഏത് അനുഭവങ്ങളെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തരണം ചെയ്യാനും സാധിക്കുന്ന ഉത്കൃഷ്ടമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമെന്ന് രാമായണത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു.